നവകേരള സദസ്സിന് ശേഷവും നേതാക്കൾ തമ്മിലുള്ള വാക്പോര് തുടരുകയാണ്. കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത് പ്രതിപക്ഷ സമരങ്ങളോട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ പരിഹാസമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി വെയിലത്തിറങ്ങരുത്, കാരണം നിഴലിനെ പോലും പേടിയാണ്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് തിരിച്ചു പരിഹസിക്കുന്നുമുണ്ട് VD സതീശൻ. മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് അക്രമത്തിന്റെ കോഡായി കാണേണ്ടതില്ലെന്ന് മന്ത്രി K രാജൻ ന്യായീകരിക്കുന്നതും കേരളം ഇന്ന് കണ്ടു. സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനാകണമെന്നും അങ്ങനെയാണ് പാർട്ടി വളരുന്നതെന്നും മുൻമന്ത്രിയും CPIM നേതാവുമായ G സുധാകരൻ പറഞ്ഞതും നവകേരള യാത്രയ്ക്ക് പിന്നാലെ ചർച്ചയാവുകയാണ്. മന്ത്രിസഭ കേരളത്തിലുടനീളം സഞ്ചരിച്ച 36 ദിവസത്തിനുള്ളിൽ സർക്കാരിന് മുന്നിലേക്കെത്തിയത് പരാതികളുടെ കൂമ്പാരമാണ്. പരാതികൾ പരിഹരിക്കാൻ സർക്കാരിന് പ്രത്യേക പദ്ധതിയുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരിക്കുന്നുണ്ട്. ഇനിയും പ്രത്യേക ആക്ഷൻ ഉണ്ടാകുമോ എന്നാണ് കേരളം ചോദിക്കുന്നത്. ഇന്നത്തെ ഡിബേറ്റ് വിത്ത് സുജയ പാർവതി പരിശോധിക്കുന്നതും ഇതേ വിഷയം. സ്വാഗതം. ഇന്നത്തെ സംവാദത്തിൽ നമുക്കൊപ്പം അതിഥികളായി പങ്കെടുക്കുന്നത് CPIM-നെ പ്രതിനിധീകരിച്ച് ശ്രീ KV അബ്ദുൽ ഖാദർ, BJP പ്രതിനിധീകരിച്ച് ശ്രീ ഗോകുൽ യുവരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ N ശ്രീകുമാർ, കോൺഗ്രസിന്റെ ഭാഗവും ഇന്ന് വ്യക്തമാക്കും. അതിഥികൾക്ക് 3 പേർക്കും സ്വാഗതം. ശ്രീ KV അബ്ദുൽ ഖാദർ, മുഖ്യമന്ത്രിക്ക് പേടിയാണ്, നിഴലിനെ പോലും പേടിയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ഭീരു? നവകേരള സദസ്സിലുടനീളം കണ്ടതെന്താണ്? അതിൽ നിന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത് എന്താണ്? ശ്രീ KV അബ്ദുൽ ഖാദർ. വളരെ വ്യക്തമല്ലേ, കേരളം മുഴുവൻ കണ്ട കാര്യമല്ലേ. VD സതീശൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്നോ അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിലിരുന്നോ ഒക്കെ നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ ഭീരു എന്ന് അദ്ദേഹം വിളിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് എന്നല്ലാതെ അതിന് വസ്തുതകളുമായിട്ട് ബന്ധമില്ല. ഒന്ന്, ഇത്തരമൊരു പരിപാടി സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ പരിപാടിയാണ്. എന്തിനാണ് ഇത്തരമൊരു പരിപാടി പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് എന്ന് കൃത്യമായിട്ട് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. ഈ പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് ഭീരുത്വം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ ഇടങ്ങളിലും 36 ദിവസം സംസ്ഥാനത്താകെ പര്യടനം നടത്തിയ നവകേരള സദസ്സിൽ ഓരോ കേന്ദ്രങ്ങളിലും വന്നത് 10,000-കണക്കിന് ആളുകളാണ്. ജനങ്ങൾ തീർച്ചയായിട്ടും പരാതികൾ നൽകിയിട്ടുണ്ട്, വിവിധങ്ങളായിട്ടുള്ള പരാതികൾ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇത്തരത്തിൽ നടത്തിയ ഒരു പരിപാടി, സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സദസ്സ്, അതിനെ എന്തിനാണ് പ്രതിപക്ഷം ഇത്രമേൽ ഭയപ്പെട്ടത്? യഥാർത്ഥത്തിൽ കേരളം കണ്ട ഏറ്റവും ഭീരുക്കളായ പ്രതിപക്ഷം ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള പരിപാടികൾ ബഹിഷ്കരിക്കുന്നതിലൂടെ പ്രതിപക്ഷം അവരുടെ ഭീരുത്വമാണ് പ്രകടിപ്പിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ, പരിപാടികളിൽ പ്രതിപക്ഷം പങ്കെടുത്തുകൊണ്ട് അവരുടെ നിലപാട് വിശദീകരിക്കുകയാണ് വേണ്ടത്. ഒരു സംവാദം എന്ന് പറഞ്ഞാൽ അതാണ്. അത്തരമൊരു സംവാദത്തിന് മുതിരാതെ, അത് കേരളീയമാണെങ്കിലും നവകേരള സദസ്സാണെങ്കിലും ഞങ്ങളില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചോടുകയും മാറി നിന്ന് മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് അവർ സ്വീകരിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ പ്രതിപക്ഷം ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞതല്ലാതെ ഈ നവകേരള സദസ്സിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമരം നടത്താൻ തങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. യൂത്ത് കോൺഗ്രസ് ആവട്ടെ ആദ്യാവസാനം ആകെ 4 പേരും 5 പേരും ഒക്കെ പങ്കെടുക്കുന്ന കരിങ്കൊടി പ്രകടനം നടത്തി ഈ പരിപാടിയെ ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ശ്രമിച്ചത്. അവർ പ്രഖ്യാപിച്ച കുറ്റവിചാരണ സദസ്സ് എവിടെ എത്തി? കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ കൃത്യമായിട്ട് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന ഒരു പരിപാടി നടത്താൻ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്, UDF-ന് കഴിഞ്ഞോ? ചീറ്റിപ്പോയി. അതിനർത്ഥം നവകേരള സദസ്സിൽ 10,000-ങ്ങൾ വരികയും കുറ്റവിചാരണ സദസ്സിൽ ആളുകളില്ലാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അത് വ്യക്തമാക്കുന്നത്, ഇവിടെ നേരത്തെ അവതാരക പറഞ്ഞൊരു കാര്യം, ഈ സംസ്ഥാനത്ത് ഗവൺമെൻറ് ജനങ്ങളുമായി സംവദിക്കാൻ തയ്യാറാണ്. തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കാൻ തയ്യാറാണ്. പ്രതിപക്ഷം പക്ഷേ ഒളിച്ചോടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ശ്രീ സതീശൻ ഇന്ന് നടത്തിയ ആക്ഷേപം അദ്ദേഹത്തിന് മാത്രം ചേരുന്ന ഒന്നാണ്. ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം എന്ന് ഈ നടപടികളിലൂടെ തെളിയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 36 ദിവസം കേരളത്തിലെ ഓരോ
മണ്ഡലങ്ങളിലും നടത്തിയ പര്യടനവും ജനങ്ങളുമായി നടത്തിയ പിന്നെ കാര്യങ്ങളുടെ പരസ്പര ചർച്ചയും വ്യക്തമാക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ആത്മവിശ്വാസമാണ്. ജനങ്ങളെ സമീപിക്കാനുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് ഈ പരിപാടിയിലൂടെ പ്രകടിതമായത് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയും. ശ്രീ ഗോകുൽ യുവരാജ്, ആത്മവിശ്വാസമുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ യാത്രയാണോ നമ്മൾ ഇക്കഴിഞ്ഞ ഒരു മാസത്തിലധികം കാലം കേരളത്തിന്റെ നിരത്തിലൂടെ ഈ നവകേരള ബസ് സഞ്ചരിക്കുന്നതിലുടനീളം കണ്ടത്? ഇക്കാര്യത്തിൽ നിയമസഭയിലെ പ്രതിപക്ഷം UDF ആണ്, പക്ഷേ പുറത്ത് പ്രതിപക്ഷ നിരയിൽ തന്നെയാണല്ലോ BJPയും കേരളത്തിൽ നിൽക്കുന്നത്. അവിടെ പ്രഹാർ യജ്ഞം അടക്കം നടത്തിക്കൊണ്ട് യുവമോർച്ച പ്രവർത്തകരൊക്കെ തെരുവിലേക്ക് ഇറങ്ങുന്നതും കേരളം കണ്ടതാണ്. യാത്ര പാതി വഴി പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്കെത്താൻ നിങ്ങൾ നിർബന്ധിതമാവുകയായിരുന്നു. യഥാർത്ഥത്തിൽ UDFന്റെ ഭാഗത്തു നിന്ന് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ പ്രവർത്തകർ അടികൊണ്ട് പോകുന്നത് കണ്ടിട്ടാണോ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങേണ്ടി വന്നത്? യഥാർത്ഥത്തിൽ ഈ ഒരു യാത്രയിലുടനീളം നമ്മൾ കണ്ട കാഴ്ച അത് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ഇവിടെ അടിച്ചൊതുക്കി മുന്നോട്ട് പോവുകയാണോ? സുജയ, 36 ദിവസം നീണ്ടുനിന്ന യാത്ര ആത്മവിശ്വാസത്തിന്റെ യാത്രയാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? മുഖ്യമന്ത്രിക്ക് പോലീസ്, ഗൺമാൻ, ഇതിനെല്ലാത്തിനും പുറമെ DYFIയുടെ കുറെ ഗുണ്ടകൾ, ഇതെല്ലാം കൂടി ചേർന്ന് അകമ്പടി സേവിച്ചു പോയ ഒരു യാത്രയിൽ എവിടെയാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒന്ന് കണ്ടത്? യാത്ര എന്തിനാണ് തുടങ്ങിയത്? ഇവരാദ്യം കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങുന്ന സമയത്ത് ഇവരെന്താണ് പറഞ്ഞത്? ഇവർ പറയുന്നത്, നമ്മൾ ശരിയാണ്, മധ്യകേരളം കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിഷേധങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് കാര്യമായി തെരുവുകളിലേക്ക് വന്നു തുടങ്ങിയത്. ഇവർ യാത്ര തുടങ്ങിയത് ജനങ്ങളുമായി സംവദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്, ജനങ്ങളിൽ നിന്ന് പരാതി നേരിട്ട് സ്വീകരിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ യാത്ര തുടങ്ങിയത്. മധ്യകേരളത്തിലെത്തിയപ്പോൾ യാത്രയുടെ സ്വഭാവമൊക്കെ മാറി. തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന അവരുടെ തന്നെ MP-യോട്, ഇടതുപക്ഷത്തെ നിലവിലുള്ള ഒരു MP-യോട് മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളിത് പരാതി സ്വീകരിക്കാനൊന്നും അല്ല വരുന്നതെന്നാണ്. ഇവരാദ്യം പറഞ്ഞത് 1,10,00,000 രൂപയ്ക്ക് ബസ് വാങ്ങി ഇവർ ഈ യാത്ര നടത്തുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, ക്യാബിനറ്റ് ഇതേ, മന്ത്രിസഭ മൊത്തമായി ഇതേ ജനങ്ങളിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. മധ്യകേരളം പിന്നിട്ടപ്പോഴേക്ക് യാത്രയുടെ സ്വഭാവം മാറിയെന്നേ. അവരത് തീർത്തും രാഷ്ട്രീയമായി CPMന്റെ ഒരു പ്രചരണ യാത്ര മാത്രമായിട്ട് അത് മാറി. പ്രചരണ യാത്ര മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം, സർക്കാരിന് അവരുടെ പ്രചരണം നടത്താനുള്ള അവകാശമുണ്ടെന്ന് പറയാം. ഫണ്ട് റേസിങ്ങിനുള്ളൊരു കേന്ദ്രമാക്കി അതിനെ മാറ്റിയെന്നേ. കശുവണ്ടി പാലിലിട്ട് തിന്ന് പൗരപ്രമുഖരെ വിളിച്ചുകൂട്ടി അവരുടെ ഫണ്ട് റേസിങ്ങിന്റെ മാത്രം കാര്യമായിട്ട് മാറ്റി. ഇപ്പോൾ ഈ പോലീസുകാരുടെ ഗുഡ് സർവീസ് എൻട്രി ആണല്ലോ ഇവിടുത്തെ വിഷയം. നമ്മൾ ഈ പണ്ട് ചില ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം ഒന്ന് തന്നെ നിശ്ചയിക്കാം. നമ്മളിപ്പോൾ SSLCക്ക് മാർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 80% ഉണ്ടായിരുന്നു, 90% ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് എടുത്ത് പറയും അബ്ദുൾ റബ്ബിൻ്റെയും ശിവൻകുട്ടിയുടെയൊക്കെ കാലത്തിന് മുമ്പാണെന്ന്, അല്ലേ? അബ്ദുൾ റബ്ബിൻ്റെയും ശിവൻകുട്ടിയുടെയൊക്കെ കാലത്തിന് മുമ്പുള്ള 80%-നും 90%-നും കുറിച്ചിട്ടാണ് അന്നത്തെ SSLCക്കാർ പറയുന്നത് ഞങ്ങൾക്ക് അത്രയും മാർക്ക് ഉണ്ടായിരുന്നു എന്ന്. കാരണം എന്താണ്? അബ്ദുൾ റബ്ബിൻ്റെ ശിവൻകുട്ടിയുടെ കാലത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ജയിപ്പിച്ച് വിടുകയാണ്, മാർക്ക് വാരിക്കോരി ഇടുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെയാണ് പല കാര്യങ്ങളുടെ അവസ്ഥ. ഈ പറഞ്ഞതുപോലെയാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നാണക്കേടായിട്ട് മാറുകയാണ്. പോലീസുകാരുടെ ആവട്ടെ, മറ്റുദ്യോഗസ്ഥരുടെ ആകട്ടെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ, അവരുടെ സർവീസ് റെക്കോർഡിൽ ഒരു നല്ല വാക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവരത് എടുത്തു പറയേണ്ട അവസ്ഥയാണ്. അത് പിണറായി വിജയന്റെ കാലത്തല്ല കിട്ടിയത് എന്നുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത മേഖലകളെയും ഇങ്ങനെ സ്വന്തം ഇംഗിതങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് അധംപതിച്ച ഒരു സർക്കാർ ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പോലീസുകാരോട് എനിക്ക് വളരെ ബഹുമാനം തന്നെയാണുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് ഓഫീസർമാരും ഒക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവർ പല മെഡലുകളും അർഹിക്കുന്നുമുണ്ട്. പക്ഷേ നിലവിൽ അവരെ പലരെയും ഉപയോഗിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ്. അവർക്ക് കൊടുക്കേണ്ടത് ഈ പറയുന്ന പോലത്തെ ഗുഡ് സർവീസ് എൻട്രി ഒന്നുമല്ല. അവർക്ക് കൊടുക്കേണ്ടത് നിലയും വിലയും ബഹുമാനവുമാണ്. നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ഒരു പിടികിട്ടാ പുള്ളി സകല മാധ്യമങ്ങളും നോക്കി നിൽക്കുക പോലീസുകാരോട് കയറി നിന്നിട്ട് പറയുകയാണ് പോയി കക്കൂസ് കഴുകാൻ. മറ്റൊരിടത്ത് ഒരു DYFIക്കാരൻ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറിയെന്ന് പോലീസ് ജീപ്പ് തല്ലിപ്പൊളിക്കുകയാണ്. അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ CPMന്റെ ഒരു പ്രമുഖ നേതാവ് തന്നെ വന്ന് കെട്ടിപ്പിടിച്ച് രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഇതൊക്കെയാണ് കേരളത്തിൽ പോലീസിനോട് ഇപ്പോൾ നിലവിൽ ഈ സംസ്ഥാന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവരുടെ ഇഷ്ടക്കാരായ കുറച്ച് ആൾക്കാരെ കൂട്ടി ഗുഡ് സർവീസ് കൊടുത്ത് പോലീസിന്റെ മനോവീര്യം ഇവർ ഉയർത്തുകയല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവര് കേരളത്തിൽ പോലീസിന്റെ എന്നല്ല സകല ആത്മാഭിമാനമുള്ള മനുഷ്യരുടെയും ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുകയും അവരുടെ എല്ലാം മാനവും അഭിമാനവും ഇടിക്കുന്ന പ്രവണതയുമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ഗോകുൽ പറഞ്ഞു നിർത്തിയെടുത്തത് നമ്മൾ തുടരുകയാണെങ്കിൽ ശരിക്കും ഈ ഗുഡ് സർവീസ് എൻട്രി ഈ കാലയളവിലുടനീളം, അതായത് ഈ നവകേരള സദസ്, ഈ നവകേരള ബസ് സഞ്ചരിക്കുന്ന മന്ത്രിസഭ പോകുന്ന വഴിയിലൊക്കെ പോലീസുകാർ അവർക്ക് നിശ്ചയിച്ച ഡ്യൂട്ടി ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ ഡ്യൂട്ടി എടുക്കാൻ വന്ന ചിലരെയും നമ്മൾ അവിടെ കണ്ടു. അവർ പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചാണ് ചാടി വീഴുന്നതും പെരുമാറുന്നതും ഒക്കെ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ അവർക്കും ഉണ്ടാകുമോ ഗുഡ് സർവീസിനുള്ള പാരിതോഷികങ്ങൾ, പദവികളൊക്കെ? ഇപ്പോൾ വിചാരണ സദസ് ചീറ്റിപ്പോയി എന്നാണ് CPIഎമ്മിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത്. നവകേരള സദസ് എന്തിനാണ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചതെന്നും ചോദിച്ചു. ആ രണ്ട് ചോദ്യങ്ങൾക്കും താങ്കളുടെ ഭാഗത്തു നിന്ന് ഞാനൊരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്നിപ്പോൾ പ്രതിപക്ഷം പ്രധാനമായും എതിർക്കുന്നത് ഈ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന സർക്കാരിന്റെ ചില നടപടികളെയാണ്. അതിനെതിരെ പോലും കൃത്യമായ ഒരു പ്രതിഷേധം ഉയർത്താൻ കഴിയുന്നില്ല. ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് പറയുന്നതേയുള്ളൂ. ഈ യാത്രയിലുടനീളം പ്രതിഷേധിക്കാൻ പാവം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും ഒക്കെ ചാടിയിറങ്ങുന്നു, തല്ലുകൊള്ളുന്നു. തുടക്കം മുതൽ തന്നെ കൃത്യമായി ഒരു ബദലായുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാതെ പോയത്? ആ കഴിയാതെ പോയതിന് മുഖ്യമന്ത്രിയെ പേടിത്തൊണ്ടൻ, ഭീരു എന്നൊക്കെ വിളിച്ചാൽ മതിയോ? ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ശ്രീ എൻ ശ്രീകുമാർ? ശ്രീമതി സുജയ അവസാനം പറഞ്ഞതാണ് അതിൻ്റെ ശരി. ജനമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ CPIഎമ്മിൻ്റെ പ്രതിനിധി ശ്രീ അബ്ദുൽ ഖാദർ ഈ CPIഎം കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിപ്പോയില്ലേ? സാധാരണ നമ്മളൊരു ഉത്സവം കഴിഞ്ഞാൽ പിന്നെ വിശ്രമിക്കും ഉത്സവ കമ്മിറ്റിക്കാർ. ഏതാണ്ട് അതുപോലെയല്ലേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിശ്രമം? പ്രതിപക്ഷം ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഗുഡ് സർവീസ് എൻട്രി ഇങ്ങനെ തല്ലുന്ന പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ പോകുന്നു എന്ന് പ്രതിപക്ഷം ചോദിക്കുക. ഉത്തരവ് ആരും പറയുന്നില്ല. ഇതിൽ പ്രതിപക്ഷം എന്ത് ചെയ്യാനാ സുജയ? സാധാരണ ഇതിൽ മുഖ്യമന്ത്രിമാരെ നേരിട്ട് കണ്ട് പത്രലേഖകർ ചോദിക്കും. ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടല്ലോ, ഇത് അദ്ദേഹത്തെ പത്രലേഖകർക്ക് കാണാനുള്ള അവസരമില്ല. അപ്പോൾ ഈ ചോദ്യങ്ങളിങ്ങനെ അവശേഷിക്കുകയാണ്. ഒരു CPIഎമ്മിൻ്റെ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിനിടയിൽ EMSനും അതുപോലെ തന്നെ ഇടക്കാലത്ത് അച്യുതാനന്ദൻ്റെ ഒരു ഭരണം ഒഴിച്ചാൽ ഇടക്കാലത്ത് CPIഎം ആവിഷ്കരിച്ചിട്ടുള്ള പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു കനത്ത പരാജയം CPIഎമ്മിന് നേരിടേണ്ടി വന്നത് ഈ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഇനി നോക്കൂ, നവകേരള സദസ്സ് അവസാനിച്ച ശേഷം പ്രശ്നങ്ങളെല്ലാം കോടതിയിലേക്കല്ലേ പോകുന്നത്? ഒരു ഗവൺമെൻറ്റിൻ്റെ യാത്ര അടികലശലിൽ അവസാനിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം നിരന്തരം ആരോപണം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ഇവർ പറയുന്നൊരൊറ്റ കാര്യം, നവകേരള സദസ്സിൻ്റെ ബദലായി വിചാരണ സദസ്സ് സംഘടിപ്പിച്ചിട്ട് അത് പരാജയപ്പെട്ടില്ലെന്നാണ്. വിചാരണ സദസ്സ് എന്ന് പറയുന്നൊരു സമരപരിപാടിയാണ്. ആ സമരപരിപാടിയിൽ ആളെ ബസ്സിൽ കൊണ്ട് ഇറക്കുന്ന ഏർപ്പാടില്ല. ഓരോ കേന്ദ്രത്തിലും കുറച്ച് പേരോട് സംവദിക്കുന്നു, അതിനുശേഷം വീടുകളിൽ പോകുന്നു. അതാണ് വിചാരണ സദസ്സ്, അല്ലാണ്ട് ഇവരെ പോലെ സംഘടിപ്പിച്ചതല്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഗവൺമെൻറ് ഈ പ്രശ്നത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 2 കാര്യം പറഞ്ഞിരുന്നു. ഒന്ന്, ജനങ്ങളുമായി പ്രശ്നങ്ങൾ സംസാരിക്കുക. 2, പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ 2 കാര്യങ്ങളാണ് മന്ത്രി രാജീവ് ഈ നവകേരള സദസ്സിൻ്റെ ഒരു ആലോചനാ യോഗത്തിൽ പറഞ്ഞത്. അതായത് ഗവൺമെൻറ്റിൻ്റെ പരിപാടി അതാണ്. ഇവർ 2017 4 മിഷൻ ഇവരിട്ടിരുന്നു. ലൈഫ് മിഷൻ, ആരോഗ്യരംഗത്ത് ആർദ്രം പദ്ധതി, പൊതുവിദ്യാഭ്യാസ പദ്ധതി, അതുപോലെ ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഹരിതം പദ്ധതി എന്നാണ് തോന്നുന്നു. അങ്ങനെ 4 മുഖ്യ പദ്ധതികൾ ഇട്ടു. ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് ഈ 36 ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ കേട്ടോ? ജനങ്ങളോട് സംവദിക്കുന്നത് നിങ്ങൾ കേട്ടോ? അദ്ദേഹം പറഞ്ഞത് ചെടിച്ചട്ടിക്കാര്യവും തലക്കടിക്കുന്ന കാര്യവും നവകേരള അങ്ങനെയല്ലല്ലോ ശ്രീ എൻ ശ്രീകുമാർ. അങ്ങനെ അങ്ങ് പറയുന്നത് എങ്ങനെയാണ് ശ്രീ എൻ ശ്രീകുമാർ? ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കോൺഗ്രസിന് സംഭവിക്കുന്നത് തന്നെയാണ് അങ്ങേക്കും ഇപ്പോൾ സംഭവിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ സദസ്സിലും പോയി സംസാരിച്ചത് എന്താണ്, അവതരിപ്പിച്ചത് എന്താണ് എന്നത് കൃത്യമായി മനസ്സിലാക്കി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അത് മനസ്സിലാക്കാതെ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ വ്യക്തിപരമായി ആക്രമിച്ചത് കൊണ്ട് കോൺഗ്രസ് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. അങ്ങ് അത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒറ്റ കാര്യം, ഞാൻ ശ്രീ KV അബ്ദുൽ ഖാദറിന്റെ മണ്ഡലത്തിലൂടെയും അദ്ദേഹത്തിന്റെ നേരത്തെ മണ്ഡലത്തിൽ കൂടിയും ഇത് കടന്നു പോയതാണല്ലോ യാത്ര. ശ്രീ KV അബ്ദുൽ ഖാദർ, പദ്ധതികളെക്കുറിച്ച്, പ്രത്യേകിച്ചും ലൈഫ് അടക്കമുള്ള പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചൊക്കെ നവകേരള സദസ്സിൽ ചർച്ചയായില്ല എന്നൊരു വാദമാണ് ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ ഉന്നയിച്ചത്. അങ്ങനെയായിരുന്നോ? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു പോയിരുന്നു എന്നാണ്. അല്ല, ശ്രീകുമാറിൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്താണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ എടുത്ത ഒരു നിലപാട് തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിൽ ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയ, ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ, അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച 4 മിഷനുകളിലൂടെ നടപ്പിലാക്കിയ പദ്ധതികൾ എത്രയാണ് എനിക്ക് എണ്ണി പറയാൻ കഴിയും. ഗുരുവായൂർ നിയമസഭാ മണ്ഡലം ഉൾപ്പെടെ
കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ഈ 4 മിഷൻ ആർദ്രമായാലും അതുപോലെ വിദ്യാഭ്യാസ പദ്ധതിയായാലും അതുപോലെ ഹരിത കേരള മിഷനായാലും ഒക്കെ തന്നെ നടപ്പിലാക്കിയ പദ്ധതികൾ ഏറെയാണ്. ഞാൻ ഇത്തരം ഒരു ചർച്ചയിൽ ഓരോന്നും എണ്ണി പറയുന്നില്ല. അത് പറയാൻ തുടങ്ങിയാൽ അത് മാത്രമായിട്ട് കുറേ സമയം പോകും. ശ്രീ ശിവകുമാർ പറഞ്ഞ പോലെയല്ല ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികൾ, പ്രാവർത്തികമാക്കിയ പദ്ധതികൾ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ശ്രീ ശിവകുമാറിന് മറുപടി പറയാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 2015 അവസാനം ദേശീയപാതയുടെ സ്ഥിതി എന്തായിരുന്നു ശ്രീ ശ്രീകുമാർ? ലാൻഡ് അക്വിസിഷൻ ഓഫീസ് അടച്ചുപൂട്ടി പോവുമായിരുന്നു. അലൈൻമെൻറ്റ് എതിർപ്പുണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് അടച്ചു പോവുമായിരുന്നു. കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഈ പദ്ധതിക്കെതിരായിട്ട് മാർച്ച് നടത്തുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. 2016 ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോഴാണ് ദേശീയപാത 66 വേണ്ടിയുള്ള അലൈൻമെൻറ്റ് പൂർത്തിയാക്കിയതും പിന്നീട് ലാൻഡ് അക്വിസിഷൻ നടത്തിയതും. ഒരുപാട് സമരങ്ങൾ നടന്നു. അപ്പോൾ ഒരു തടസ്സം വന്നു. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഈ പദ്ധതി പ്രാവർത്തികമാക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ 25% നൽകണം. അതേറ്റു സംസ്ഥാന ഗവൺമെൻറ് 5850 കോടി രൂപ മുൻകൂറായി കെട്ടിവെച്ചുകൊണ്ടാണ് സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ചത്. ശ്രീകുമാർ, നിങ്ങൾ അടച്ചുപൂട്ടിയ ഒരു വളരെ ബൃഹത്തായ പദ്ധതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള മാസകലം. ഗെയിൽ പദ്ധതി നിങ്ങളുടെ കാലത്ത് ഉപേക്ഷിച്ചതാണ്, ഈ ഗവൺമെൻറ് നടപ്പിലാക്കി. അതുപോലെ ഇടമൺ കൊച്ചി പവർ ഹൈവേ നിങ്ങൾ അടച്ചുപൂട്ടിയതാണ്, നടപ്പിലാക്കാൻ കഴിയാതെ പോയതാണ്, പ്രാവർത്തികമാക്കി ഈ ഗവൺമെൻറ്. അങ്ങനെ എത്ര പദ്ധതികൾ. ഇപ്പം നവകേരള സദസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ ആക്ഷേപിക്കുന്നത് പോലെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോയതല്ല. ഓരോ മണ്ഡലത്തിലും അവിടെ എത്തിയ 10,000-കണക്കിന് ആളുകൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശദീകരിച്ച കാര്യങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതൊന്നും അവിടെ പറഞ്ഞില്ല എന്ന് പറയുക? ഓരോ മണ്ഡലത്തിലും നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ച് അവിടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു, സുവനീറുകളിലൂടെ അത് വ്യക്തമാക്കിയിരുന്നു. വിവിധങ്ങളായിട്ടുള്ള രീതികളിൽ വീടുകളിൽ ഞങ്ങൾ ലഘുലേഖകൾ നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന എല്ലാ വീടുകളിലും കൊടുത്തിരുന്നു. ഇതെല്ലാം കൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീ ശ്രീകുമാർ പറഞ്ഞതുപോലെയല്ല, യാഥാർത്ഥ്യം മറിച്ചാണ്. എനിക്ക് നേരത്തെ സംസാരിച്ച BJPയുടെ പ്രതിനിധി അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു. സംസ്ഥാനത്തെ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഈ പദ്ധതികൾ എങ്ങനെ നിഷേധിക്കാനാവും? ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന നിലയായാലും അവിടുത്തെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളായാലും പരിശോധിക്കൂ. എങ്ങനെയാണ് കേരളം വ്യത്യസ്തമാകുന്നത്? ഇപ്പോൾ സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. ഏതാനും മാസത്തെ കുടിശ്ശികയായപ്പോൾ ഇവിടെ വലിയ സമരം നടന്നു. സംസ്ഥാന ഗവൺമെൻറ്റാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ സിംഹഭാഗവും നൽകുന്നത്. 55 ലക്ഷത്തിലധികം പേർക്ക് ഈ ക്ഷേമ പെൻഷൻ നൽകുകയാണ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് വിഹിതം എത്രയാണ്? 200-ഉം 400-ഉം ഒക്കെയാണ്. 1600 രൂപയിൽ ബാക്കിയുള്ളത് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കേരളം വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ണടച്ച് ഇങ്ങനെയൊന്നല്ല, ഇത് മോശമാണ്, പിണറായി വിജയൻ മോശമാണ്, സംസ്ഥാന ഗവൺമെൻറ് മോശമാണ് എന്ന് ആവർത്തിച്ചുരുവിട്ടത് കൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളെ കബളിപ്പിക്കാനാവില്ല. നിങ്ങൾക്ക് ചില മാധ്യമങ്ങൾ കൂട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഈ കള്ളപ്രചാരവേലകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുക. പക്ഷെ ജനങ്ങൾ നേരിട്ട് കാണുകയല്ലേ, അവർക്ക് അവരുടെ അനുഭവങ്ങളിലൂടെ ബോധ്യമാകുന്ന കാര്യം അക്ഷരങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും നിഷേധിക്കാനാവില്ല. ഒരിക്കലുമില്ല. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, അതിലൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. നവകേരള സദസ്സ് ശ്രീ കെ വി അബ്ദുൽ ഖാദർ, അങ്ങി പറഞ്ഞ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന കാര്യം, അതേക്കുറിച്ചാണ് ശ്രീ യുവരാജ് ഗോകുൽ ആയാലും ശ്രീ N ശ്രീകുമാർ ആയാലും ഇവിടെ പറഞ്ഞു വന്നതും അതേക്കുറിച്ചാണ്. കാരണം ജനങ്ങൾ കണ്ടത് നവകേരള സദസ്സ് വളരെ ഭംഗിയായി നടന്നു. എന്താണോ ഇടതുപക്ഷം ഉദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യം അതും ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്വീകരിച്ച പരാതികൾ 6,21,137 പരാതികൾ സ്വീകരിച്ച് അതിന്റെ പരിഹാരം ഏറ്റവും സമയബന്ധിതമായി നടപ്പാക്കിയാൽ അതും നല്ലത്. പക്ഷേ എന്തിനായിരുന്നു 3-4 പേർ, താങ്കളും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, 3-4 യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു ബസ്സിന് മുന്നിലേക്ക് വന്ന് കരിങ്കൊടി കാണിക്കുമ്പോൾ അവരെ തല്ലിച്ചതച്ചത്? അങ്ങനെ ഒരു മാതൃക നമുക്ക് ആവശ്യമായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അങ്ങനെ അഴിച്ചുവിടേണ്ടതായിരുന്നു. അതിനാദ്യം തന്നെ വിലക്കേർപ്പെടുത്തുകയായിരുന്നില്ലേ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്? 136 മണ്ഡലങ്ങളിൽ സഞ്ചാരം പൂർത്തിയാക്കുമ്പോഴും ഏറ്റവും വലിയ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയത് ആ പരിപാടി തന്നെയാണ്. ഈ അടിയും പിടിയുമാണ്. അത് ചർച്ചയാക്കുന്ന ഒരു അവസരം ഒഴിവാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. നവകേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെതായ ഒരു മാതൃകയാക്കി ഈ പരിപാടിയെ തന്നെ ബ്രാൻഡ് ചെയ്തുകൂടായിരുന്നു. പക്ഷെ അതെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ, വഴിയിൽ തല്ലി. സുജയയുടെ പ്രസ്താവന കഴിഞ്ഞാൽ എനിക്ക് പറയാമല്ലോ അല്ലേ?
പ്രസ്താവനയല്ല, ചോദ്യമാണ്. വഴിയിൽ തല്ലി തീർത്തത് എന്തിനാണ്? സത്യത്തിൽ അതെ, അങ്ങൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയത്. വഴിയിൽ തല്ലി തീർത്തു എന്നത് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതെ, തല്ലി തീർത്തു, അതൊരു സത്യമാണ്. പ്രസ്താവന തന്നെയാണ്, അതൊരു സത്യമാണ്. സത്യമാണ് അത്. ജനങ്ങൾ കണ്ട, ഞാൻ കണ്ട, താങ്കളും കണ്ട കാര്യമാണ്. ആരോപണമോ ആണ്? അല്ല, തല്ലിയില്ലേ അപ്പോൾ? നിങ്ങളുടെ ഒരു പ്രസ്താവനയോ ആരോപണോ മാത്രമാണ്. അല്ല, സത്യമാണത്. അനുവദിക്കൂ, സത്യമാണത്. ആരോപണം എന്ന് പറയരുത്, അത് സത്യമാണ്. തല്ലി തീർത്തിട്ടുണ്ട്. എത്ര കേന്ദ്രങ്ങളിൽ നടന്നു? അല്ല, നിങ്ങൾ കേൾക്കൂ, എത്ര കേന്ദ്രങ്ങളിൽ നടന്നു? 12 കേന്ദ്രങ്ങളിൽ തല്ലി. സമരം നടത്തിയ എല്ലായിടത്തും തല്ലിയിട്ടുണ്ടോ? 12 ഇടത്തെങ്കിലും തല്ലിയിട്ടുണ്ട്. ഞാൻ എണ്ണിയതാണ്. എന്തുകൊണ്ട് തല്ലേണ്ടി വന്നു? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ തല്ലാനുള്ളതല്ല. കെഎസ്യുവും യൂത്ത് കോൺഗ്രസും ഒന്നും അങ്ങനെ ഡിവൈഎഫ്ഐക്ക് തല്ലാനുള്ളതല്ല. 136 ഡിവൈഎഫ്ഐ നിയമം കയ്യിലെടുക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഡിവൈഎഫ്ഐക്ക് തല്ലാനുള്ളതാണോ കെഎസ്യുവും യൂത്ത് കോൺഗ്രസും? എല്ലായിടത്തും അല്ല, അങ്ങ് ഇത് ഇങ്ങനെ സുജയ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ ഞാൻ സംസാരിക്കാണ്ടിരിക്കാം. അങ്ങ് പറഞ്ഞോളൂ ഏകപക്ഷീയമായിട്ട്. ഒരിക്കലുമില്ല, ഏകപക്ഷീയമല്ല. അങ്ങ് പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധത മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഏകപക്ഷീയമാണ്. അതുകൊണ്ടാണ് തല്ലിയെന്ന് കണ്ടാൽ ഞാൻ തല്ലി എന്ന് തന്നെ പറയും, അല്ലാതെ അത് കണ്ടില്ലെന്ന് ഞാൻ പറയില്ല. തല്ലുന്നത് ഞാൻ കണ്ടു, എന്റെ കണ്ണിന് മുന്നിൽ ഞാൻ ദൃശ്യങ്ങളിൽ കണ്ടു. നിങ്ങളിങ്ങനെ നിരന്തരം പറഞ്ഞാൽ ഈ ചർച്ചയ്ക്ക് എന്താ പ്രസക്തി? പിന്നെ ഇങ്ങനെ ചർച്ച വേണ്ടല്ലോ. എവിടെയാണ് സമരം നടന്നത്? ബസ്സിന് നേരെ ഷൂ എറിഞ്ഞപ്പോൾ, അതിക്രമം നടത്തി, ശാരീരികമായി ആക്രമിക്കാൻ വന്നപ്പോൾ തിരിച്ച് പോലീസ് പ്രതികരിച്ചിട്ടുണ്ടാകും. അതാണോ പ്രശ്നം? അതെങ്ങനെ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കും? ഇവിടെ നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ഇപ്പോഴും സമരങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമരങ്ങളെയെല്ലാം ഡിവൈഎഫ്ഐക്കാർ പോയിട്ട് ആക്രമിക്കുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്നിടത്തേക്ക് 4 പേർ 5 പേർ കരിങ്കൊടിയായിട്ട് വന്ന് ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധിച്ചിട്ടുണ്ടാകും. ഇവിടെ പ്രശ്നം അതാണോ? നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നടന്ന ബൃഹത്തായ ഒരു ജനസംവാദ പരിപാടിയെ എങ്ങനെ അലങ്കോലപ്പെടുത്താം എന്നുള്ള പ്രതിപക്ഷത്തെ നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിച്ചോളൂ, നിങ്ങൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചോളൂ. പക്ഷെ അതൊന്നും അല്ല ജനങ്ങൾ കാണുന്നത്. നിങ്ങൾ ചില ആളുകൾ ഇരുന്നിട്ട് ഇത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ നവകേരള സദസ്സിൻ്റെ ഖ്യാതിയും അതിൻ്റെ ശോഭയും കെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വസ്തുതകളായി നിരത്തിക്കൊണ്ട് ഞങ്ങൾക്കത് പറയാനായിട്ട് കഴിയും. കാരണം ഇങ്ങനൊരു സമരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നോ കോൺഗ്രസും UDF അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. കോൺഗ്രസ് മാത്രം ഏതാനും ചില ആളുകളെ ഇറക്കി, പലയിടങ്ങളിലും ഗുണ്ടകളെ ഇറക്കി ശാരീരികമായിട്ട് ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. പോലീസിനെ നേരിട്ടിട്ടുണ്ട്. പോലീസ് ലാത്തി ഉപയോഗിച്ച് തല്ലുന്നതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ പോലീസ് മാത്രമല്ല, അത് താങ്കൾ എത്ര തള്ളി പറഞ്ഞാലും ശ്രീ കെ വി അബ്ദുൽ ഖാദർ അങ്ങയിലേക്ക് ഞാൻ തിരികെ എത്താം, അങ്ങയിലേക്ക് എത്താം. ഒപ്പം മറ്റ് അതിഥികൾക്ക് ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നു, ഇത്തരത്തിൽ ഉറപ്പായും മറുപടി പറയാനുണ്ടാകും. അപ്പുറത്തുപ്പുറത്തിരുത്തി പറയാനുണ്ടാകും. യഥാർത്ഥത്തിൽ കേരളം ഇതിന് മറുപടി പറയും. വന്ന ആളുകളെ ജനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ കൈകാര്യം ചെയ്തു എന്നല്ല, അങ്ങനെ കണ്ണടച്ചാൽ ഇരുട്ടാകില്ല. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, കണ്ണടച്ചാൽ ഇരുട്ടാകില്ല. കോഴിക്കോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥൻ, നിയമവിരുദ്ധമായി KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച ഉദ്യോഗസ്ഥൻ, ഇവർക്കൊക്കെയാണ് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നതെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത്. അത് ചർച്ചയാകണം, അതിലേക്ക് തന്നെ ഈ ചർച്ച പോകും ഇടവേളയ്ക്ക് ശേഷം. ഇവിടെ CPIMന്റെ പ്രതിനിധി ശ്രീ കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞത് പ്രതിരോധമാണ് അവിടെ തീർത്തത്, ജനങ്ങളാണ് അക്രമികളായി വന്നവരെ നേരിട്ടത് എന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ നവകേരള യാത്ര കടന്നു പോകുമ്പോൾ നമ്മുടെ തെരുവോരങ്ങളിൽ സംഭവിച്ചത്? ശ്രീ N. ശ്രീകുമാർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക്, KSU പ്രവർത്തകർക്ക് അവരുടെ പ്രതിഷേധത്തിനിടയിലാണ് അടി കിട്ടിയത്. അടിച്ചത് ആരാണെന്ന ചോദ്യത്തിന് ജനങ്ങൾ എന്ന ഒരു ഒറ്റ നിർവചനത്തിലേക്ക് ഒതുക്കാൻ കഴിയുന്നതാണോ അവിടെ സംഭവിച്ചത്? കാര്യങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? തല്ലിയിട്ടില്ല, കണ്ടിട്ടില്ല. ആ വാദങ്ങളൊക്കെ, ആ യുക്തികളൊക്കെ ഇനി നിലനിൽക്കുമോ? സുജയ, ആദ്യ പാദത്തിൽ സുജയ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു, പക്ഷേ പിന്നീട് അബ്ദുൽ ഖാദറിലേക്ക് പോയി. 2 ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാനുണ്ട്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ പറയുന്നത് അതെന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്. കാരണം നോക്കൂ, മുഖ്യമന്ത്രിയുടെ ഇടതുമുന്നണിയുടെ മാധ്യമ നയം എന്ന് വെച്ചാൽ CPMൻ്റെ മാധ്യമ നയം നമ്മൾ കണ്ടില്ലേ? ഇവിടെ ജനങ്ങളോടുള്ള സമീപനം കണ്ടില്ലേ? യുവജന സംഘടനകളോടുള്ള സമീപനം കണ്ടില്ലേ? സ്വന്തം പാർട്ടിയിലെ MLA യോടും മുന്നണി ഘടകകക്ഷിയിലെ MP യോടുമുള്ള സമീപനം കണ്ടില്ലേ?
കെ.വി. അബ്ദുൽ ഖാദറിൻ്റെ തൊട്ടപ്പുറത്തുള്ള നാട്ടികയിലെ MLA മുകുന്ദനോടുള്ള സമീപനം കണ്ടില്ലേ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെക്കുറിച്ച് സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭീരുത്വം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ സദസ്സുകളിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ലൈഫ് മിഷൻ ഈ കാലത്തിൽ എത്ര പേര് ആത്മഹത്യ ചെയ്തു സുജയ? അത് മാത്രമല്ല, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലേ SSLC, നേരത്തെ യുവരാജ് പറഞ്ഞല്ലോ, SSLCയെക്കുറിച്ച് ആരാ പറഞ്ഞത്? ഈ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ ഡയറക്ടറല്ലേ പറഞ്ഞത് മാർക്ക് വാരി കോരി കൊടുത്തു എന്ന്? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പ്രസംഗിച്ചു എന്നുള്ള ശരിയാണ്. പക്ഷേ ഇവർ പറഞ്ഞത് ജനങ്ങളുമായി സംവദിക്കുന്ന പറഞ്ഞത്, അത് നടത്തിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ശ്രീ അബ്ദുൽ ഖാദർ ജനയുഗം പത്രം, ഇന്നലത്തെ ജനയുഗം പത്രം വായിക്കൂ. DYFI നിയമം കയ്യിലെടുത്തതിനെ കുറിച്ച് രൂക്ഷമായിട്ട് ജനയുഗം പത്രത്തിൽ വിമർശിച്ചിട്ടുണ്ട്. അതായത് നിയമപാലകർ നിയമം പരിപാലിച്ചോ എന്നൊരു ചോദ്യം ഉന്നയിച്ചിട്ട് ചോദിക്കുകയാണ്, നിയമം ആരെങ്കിലും കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര പ്രത്യാഘാതമാണ്, അത് അന്വേഷിക്കണം, വസ്തുനിഷ്ഠമായി അന്വേഷിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ. അത് ശ്രീ അബ്ദുൽ ഖാദർ കാണാം. അതാണ് മുന്നണിയുടെ രണ്ടാമത്തെ കക്ഷിയുടെ അഭിപ്രായമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ സുഹൃത്ത് രാജൻ, മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഇന്ന് രാജൻ പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഞാൻ അന്ന് കല്യാശ്ശേരിയിൽ പറഞ്ഞത് രക്ഷാപ്രവർത്തനമാണ്, അത് ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ മാറ്റി പറയുന്നില്ല. പക്ഷേ രാജൻ ഇന്ന് മാറ്റി പറയാൻ ശ്രമിക്കുക. എന്തിനാണ് എൻ്റെ പ്രിയ സുഹൃത്ത് രാജ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല തിരുത്തി പറയാം, പിന്നെ എന്തിനാണ് രാജന് താല്പര്യം? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങൾ കാണുന്നത് സുജയ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഉണ്ടല്ലോ, ഇന്ന് നോക്കൂ സുജയ, ഇപ്പം നിങ്ങൾ എഴുതി കാണിക്കുന്നത് എന്താണ്? കസ്റ്റഡിയിൽ കേസുകാരെ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ടവ കോടതി എന്താ പറയുന്നത്? നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? അപ്പം ഇത് ഗവൺമെൻറ്റിൻ്റെ ഈ പരിപാടികളെല്ലാം ജനവിരുദ്ധമാണെന്നും നിയമവിരുദ്ധമാണെന്നും പൊതുസമൂഹത്തിന് ദഹിക്കാത്തതാണെന്നും മനസ്സിലാക്കിയതുകൊണ്ടാണ് കോടതി ഇടപെടുന്നത്. ഈ കോടതിയുടെ ഒരു 5-6 തവണ കോടതി ഇടപെട്ടു. എല്ലാത്തിനും ഇവർക്ക് തിരിച്ചടിയല്ലേ കിട്ടിയത്? സ്കൂൾ മതിൽ പൊളിച്ചതായാലും, കുട്ടികളെ വെയിലത്ത് നിർത്തിയതായാലും, അതുപോലെ തന്നെ മറിയക്കുട്ടിയുടെ പ്രശ്നത്തിലായാലും, KSUക്കാരെ തല്ലിയതിലായാലും, ഷൂ എറിഞ്ഞ കേസിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തപ്പോഴാണ് സുജയ ഒന്ന് ആലോചിച്ച് നോക്കൂ, വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെയല്ലേ ഇവർ നീങ്ങുന്നത്? സുജയ്ക്കെതിരെ നീങ്ങിയില്ല, എന്താ മറന്നുപോയോ? അത് വനിതാ മാധ്യമ പ്രവർത്തകരും 2 പുരുഷ മാധ്യമ പ്രവർത്തകരും, അതായത് നമ്മുടെ കൊല്ലത്തുള്ള മനോരമയുടെ ആളും മാധ്യമത്തിൻ്റെ അല്ല, അത് ശരിയാണ് ഞാൻ പറയുന്നത്. ഇതിന് എന്നിട്ട് ഇന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷയോട് ചോദിച്ചോ പറയാം, സ്വാഭാവിക നടപടി. എന്താ ഈ സ്വാഭാവികം? വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും വാർത്ത എഴുതുന്നതും തടയുന്നതും സ്വാഭാവിക നടപടിയാണോ? നിങ്ങൾ പറയൂ. ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാണ്ട് നവകേരള സദസ്സിലെ ജനങ്ങൾ ഒഴുകിയെത്തിയെന്ന് പറയുന്ന എന്താർത്ഥമുള്ള CPM ബസ്സിൽ ആളെ കൊണ്ടെത്തിക്കാനാണോ ബുദ്ധിമുട്ട്? അവിടെ ജനങ്ങൾക്ക് പരാതി പറയാൻ പറ്റുമോ? രാജീവ് പറഞ്ഞ പോലെ പരാതി പറയാൻ പറ്റിയില്ല. ജനങ്ങളോട് സംവദിച്ചില്ല. MV ഗോവിന്ദ മാഷ് ലേഖനത്തിൽ പരിഹസിച്ചു, ജനങ്ങളുമായി സംവദിച്ച് മുന്നേറുകയാണെന്ന്. എവിടെ സംബന്ധിച്ചു? പരാതി കൊടുക്കാൻ ചെന്നാളെ പോലീസ് തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി. ഒരു റബ്ബർ കർഷകരുടെ പരാതി പറഞ്ഞ ഇടതുമുന്നണിയിലെ MP ആയ തോമസ് ചാഴികാടനോട് അടങ്ങിയിരിക്കാൻ ആവശ്യപ്പെട്ടു. KK ശൈലജ കുറച്ച് കൂടുതൽ പ്രസംഗിച്ചപ്പോൾ പരിഹസിച്ചു. നാട്ടികയിലെ മുകുന്ദൻ ഈ സ്ഥലം ഇതിന് പോരാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ചു. ഇതൊക്കെയാണോ നവകേരള സദസ്സിൽ നമ്മൾ ഇതൊക്കെയല്ലേ കണ്ടത്? ഞാൻ പറയുന്നത് അതാണ്. പണ്ട് EMSൻ്റെ കാലത്തൊരു അവർക്കൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, കേരള മോഡൽ. അത് മാറ്റണം. നരേന്ദ്രമോദിയുടെ പോലെ ഒരു പുതിയ മാറ്റം കൊണ്ടുവരണം. എന്താണ് ആ മാറ്റം? നവകേരള മോഡൽ വേണം. അതായത് EMSൻ്റെ കേരള മോഡലിനെ തള്ളിക്കൊണ്ട് എൻ്റെ കാലത്ത് നവകേരള മോഡൽ ഉണ്ടായി എന്ന് നാളെ രചിക്കണം. 2016 മുമ്പുള്ളത് പ്രാചീന കേരളം, 2016 ശേഷമുള്ള നവകേരളം. ഈ നവകേരളത്തിൽ എൻ്റെ അജണ്ട, നവകേരളത്തിലെ ഒരു മോഡൽ അത് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. ഏത് മോഡലാണ് ഇവിടെ നടപ്പായത്? ഏത് കാര്യത്തിലൊക്കെ പറയാൻ പറ്റിയത്? അതുകൊണ്ടാണ് സുധാകരനെ പോലുള്ളവരും അതുപോലെ ജനയുഗമൊക്കെ മുഖപ്രസംഗം എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആള് കൂടി എന്നുള്ളത്. സുജയ നേരത്തെ പറഞ്ഞു നവകേരള സദസ്സ് രാഷ്ട്രീയ വിജയമായെന്ന്. എവിടെ വിജയം സുജയ? സത്യസന്ധമായി പറഞ്ഞുകൂടെ? എവിടെ വിജയമായി? പരാജയപ്പെട്ടത് മാത്രമല്ല, ശ്രീകുമാർ, രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് പോലെ പൊടിപ്പും തൊങ്ങലും വെക്കേണ്ടതില്ല. ഞാൻ സത്യസന്ധമായി തന്നെയാണ് പറഞ്ഞത്. രാഷ്ട്രീയ ലക്ഷ്യം എന്താണോ അത് LDF നിറവേറ്റിയിട്ടുണ്ട്. അവർക്ക് കൃത്യമായി പാർട്ടിയുടെ അജണ്ട എന്താണോ അത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീടുകൾ കയറിയിട്ടുണ്ട്, ലഘുലേഖ കൊടുത്തിട്ടുണ്ട്. വിചാരണ സദസ്സ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് നടത്തുന്നതിൽ എന്താണ് സംഭവിച്ചത്? വിചാരണ സദസ്സിൽ ചർച്ചയായ കാര്യങ്ങൾ, വിചാരണ സദസ്സ് ഉയർത്തിക്കാട്ടിയ കാര്യങ്ങൾ എത്രമാത്രം മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. ഈ തല്ലും വഴക്കം ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ നവകേരള സദസ്സിൽ ഇടതുപക്ഷം എന്താണോ അവർ ഉദ്ദേശിച്ചത്, തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള അവരുടെ ഒരു പ്രൊപ്പഗാൻഡ പൊളിറ്റിക്സ്, അതിനവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ രാഷ്ട്രീയ ലക്ഷ്യം അവർ നിറവേറ്റിയിട്ടുണ്ട്. ജനത്തിന് വേണ്ടി ആയിരുന്നില്ല ഈ യാത്ര. ഞാനത് ആവർത്തിക്കുകയാണ്. അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുള്ള യാത്രയായിരുന്നു. അതവർ നിറവേറ്റിയിട്ടുണ്ട്. അതൊരു സത്യമാണ് ശ്രീ എൻ ശ്രീകുമാർ. അത് UDFും കോൺഗ്രസും തിരിച്ചറിയണം. അതിന് ബദൽ കൊണ്ടുവരണം. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ മുന്നേറേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം ശ്രീ എൻ ശ്രീകുമാർ?
ഞാൻ പറഞ്ഞല്ലോ, സമീപനത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നത്. അത് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. സുജയ, ഒരു മുന്നണിയുടെ, ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ നവകേരള സദസ്സ് വിജയമാകണം. നിങ്ങളുടെ ഡോക്ടർ അരുൺകുമാർ ഈ യാത്രയിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം സഞ്ചരിച്ചല്ലോ. അദ്ദേഹം ഓരോ ദിവസവും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പൊതുജനങ്ങൾ പറയുന്ന ഉത്തരം നിങ്ങൾ നോക്കുക. ഇതിൻ്റെ മൊത്തം എത്ര പേര് അനുകൂലിച്ചു, എത്ര പേര് പ്രതികൂലിച്ചു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. നവകേരള സദസ്സിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വിജയമാകുമായിരുന്നു. എങ്ങനെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ കൂടി കണക്കെടുത്തോണ്ട് ഞാൻ പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലായില്ലേ? ജനം ഏറ്റെടുത്തിട്ടില്ല, ജനത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, ജനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. അതൊരു സത്യമാണ്. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? തങ്ങളുടെ പ്രൊപ്പഗാൻഡ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുക, അതിന് ഒപ്പം നിൽക്കുന്ന ആളുകളെ ഒന്നിച്ചു ചേർക്കുക. അങ്ങനെ ആ മെക്കാനിസത്തെ, ആ ഒരു യന്ത്രത്തെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന് മുൻപ് എണ്ണയിട്ട് മിനുക്കിയെടുക്കാൻ കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിന്. ആ ഇടതുപക്ഷത്തോടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഇനി UDF തയ്യാറെടുക്കേണ്ടത്, മത്സരിക്കേണ്ടത്, BJP തയ്യാറെടുക്കേണ്ടത്, മത്സരിക്കേണ്ടത്. അവർ കൃത്യമായി അവരുടെ യന്ത്രം സജ്ജമാക്കി കഴിഞ്ഞു, പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ നടന്നത്. അതൊരു രാഷ്ട്രീയ ലക്ഷ്യമല്ലേ? അതിലവർ വിജയിച്ചില്ലേ? അല്ല അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുദ്ദേശിച്ചത് വ്യാപകമായ ജനപിന്തുണ കിട്ടുന്നതാണ്. പക്ഷേ മധ്യ കേരളത്തിലെത്തിയപ്പോൾ ഈ ട്രെൻഡ് മനസ്സിലായി പ്രതിപക്ഷത്തിന്. കാരണം ഒരു കാര്യവുമില്ല, നവകേരള സദസ്സ് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായപ്പോഴാണ് പ്രതിപക്ഷത്തിൻ്റെ സ്വരം അവർ കനപ്പിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം വരെ ഇന്നലത്തെ മിനിയാന്നത്തെ തിരുവനന്തപുരം യാത്ര വരെ നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ എന്തു പറയണം പത്രസമ്മേളനത്തിൽ എന്ന അജണ്ട തീരുമാനിച്ചത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത്, അല്ലാണ്ട് ജനങ്ങളുടെ കാര്യം പറഞ്ഞിട്ടില്ല. അവിടെ അവരെ എങ്ങനെ വിജയിക്കും? ഒരു രാഷ്ട്രീയ ജാഥ വിജയിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യം അതിന് സാക്ഷാത്കരിക്കാൻ കഴിയണം. ഇവിടെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കോടതി കയറി ഇറങ്ങുകയാണ്. ഇനി സുജയ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതായത് ആ നേരത്തെ ചോദിച്ച ചോദ്യം, ഈ ഗുഡ് സർവീസ് എൻട്രിയെ കുറിച്ച് പ്രതിപക്ഷം ഇങ്ങനെ ആയോ മതിയോ എന്ന്. ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാമെന്നൊരു ADGP പറഞ്ഞതിന് മുഖ്യമന്ത്രി ഉത്തരം പറയണം സുജയ. ആദ്യം ആ ഉത്തരം പറഞ്ഞതിന് ശേഷമേ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇത് മുഖ്യമന്ത്രി ഉത്തരം പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഉത്സവം കഴിഞ്ഞ് വിശ്രമത്തിലാണ്. സാധാരണഗതിയിൽ ഒരു പാർട്ടി, CPM പോലുള്ള ഒരു പാർട്ടിയും ഒരു മുന്നണി ഗവൺമെൻറ്റും എന്താണ് ചെയ്യുക? ഈ കാര്യങ്ങളിലൊക്കെ നവകേരള സദസ്സിൻ്റെ വിജയത്തെക്കുറിച്ച് അവർ പറയട്ടെ. ഗോവിന്ദ് മാഷ് 5 ദിവസമായി ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. നിങ്ങൾ കണ്ടോ? അത് ജനയുഗം മുഖപ്രസംഗം എഴുതി ഗോവിന്ദ് മാഷ് പ്രസ്താവന ഇറക്കിയിട്ടില്ല. CPMൻ്റെ മുഖപത്രത്തിൽ ഈ നവകേരള യാത്ര വിജയിച്ചതിനെ കുറിച്ചൊരു മുഖപ്രസംഗം വന്നിട്ടില്ല. യാത്രയുടെ തലേന്നാണ് യാത്ര എത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. യാത്രയുടെ ശേഷമുള്ള പര്യവസാനത്തിന് ശേഷമുള്ള തീരുമാനം എന്ത്? പാർട്ടിക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല സുജയ. പാർട്ടിക്ക് വിലയിരുത്താൻ പറ്റിയിട്ടില്ല സുജയ. മുന്നണിക്ക് വിലയിരുത്താൻ പറ്റിയിട്ടില്ല. എന്താ കാരണം? മുന്നണിക്ക് വിലയിരുത്താൻ പറ്റണമെങ്കിൽ 2 മന്ത്രിമാർ കൊഴിഞ്ഞു പോയ ശേഷം 2 മന്ത്രിമാരെ നാളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുമ്പോൾ ഗവർണറുമായി ചില പ്രശ്നങ്ങളുണ്ട്. ഗവർണർക്ക് സംരക്ഷണം കൊടുത്ത പോലീസുകാർക്ക് ഗുഡ് സർവീസ് കൊടുത്തവരെ ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. കോടതി കയറി ഇറങ്ങുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ പരിപാടി അവസാനിപ്പിച്ചപ്പോൾ കോടതി കയറി ഇറങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുമ്പോൾ അതിലെന്ത് രാഷ്ട്രീയ വിജയമാണ് സുജയ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ട രാഷ്ട്രീയ വിജയം എന്താണ് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യം നേടാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതവർ നടപ്പാക്കിയിട്ടുമുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, ഇതിന്റെ ഒരു തുടർച്ചയായി, അതായത് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് ജനങ്ങളിലേക്ക് ഇറക്കിച്ചെന്ന് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ വെറുതെ അങ്ങ് നിഷ്കളങ്കമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരു യാത്രയാണോ കടന്നുപോയത്? ഞാൻ അതിന്റെ പൊളിറ്റിക്സ് ആണ് കൃത്യമായി പറഞ്ഞത്. അതായത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു പ്രചാരണ യാത്ര, അത് സർക്കാർ ചെലവിൽ കൃത്യമായി നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും സുജി, അത് മാത്രമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. രാഷ്ട്രീയം മാത്രമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. കാരണം സാധാരണഗതിയിൽ ഒരു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വലിയ ഒരു യാത്രയൊക്കെ നടത്താറുണ്ട്. അതിന് പല പേരുകളിടും. ജനാധിപത്യ രക്ഷായാത്ര, വികസന യാത്ര, കേരള രക്ഷായാത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പേരുകളുണ്ടാവും. മുഖ്യമന്ത്രിക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് പഴയതുപോലെ ചില ഓപ്പൺ വണ്ടികളിൽ കയറി കൈ കാണിച്ച് അവിടെ നിന്ന് ഇവിടം വരെ വരുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവർ യാത്രയുടെ പേരൊക്കെ മാറ്റി സർക്കാർ ചെലവിലേക്ക് മൊത്തം മാറ്റി ഒരു മുഖംമൂടിയൊക്കെ ഇട്ട് ജനങ്ങളുടെ പരാതി സ്വീകരിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് പോവുകയാണ് എന്നുള്ള ഒരു മൂടുപടമൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം 1,10,00,000 രൂപയ്ക്ക് ഒരു ബസ് വാങ്ങി അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനും മറ്റ് മന്ത്രിമാരുടെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് യാത്ര ചെയ്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ യാത്ര ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാനും അതിനനുസരിച്ചിട്ട് ഉള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വിഷയങ്ങൾ മുഴുവൻ പഠിച്ച 2 മന്ത്രിമാർ രാജിവെച്ചൊഴിഞ്ഞ് പുതിയ മന്ത്രിമാർ വരുന്നതിനകത്ത് എന്താണ് സാങ്കത്യം ഇരിക്കുന്നത്? അപ്പോൾ ഇവർ പഠിച്ചതൊക്കെ ഇനിയിപ്പോൾ എവിടെ പോയി ഇവർ നടപ്പിലാക്കാൻ പോവുകയാണ്? വീട്ടിലിരുന്ന് നടപ്പിലാക്കാൻ പോവുകയാണോ?
അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇവരെന്തിനാണ് ഇതിനകത്ത് ഇങ്ങനെ ഇത്തരത്തരം നാടകമല്ലേ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്? അപ്പോൾ എന്നിട്ട് എല്ലാത്തിനും അവർ പറയുന്നത് എന്താണ്? സ്വാഭാവികമായ നടപടി. ശരിയാണ്, സ്വാഭാവികമായ നടപടികളാണ്. ഇന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായ നടപടികളാണ്. അവരുടെ സർക്കാരിനെതിരെ ആര് ശബ്ദിക്കുമോ ആ ശബ്ദിക്കുന്നവർക്കെതിരെ മുഴുവൻ നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ നടപടിയാണ്. അവർ എല്ലാ വിഷയത്തിലും ഇങ്ങനെ നുണ പറഞ്ഞു പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമായ നടപടിയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട CPM പ്രതിനിധി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, കേരളം ഇത്ര രൂപ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നു എന്ന്. ഇന്ത്യയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന്, ഈ പറയുന്ന വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നതിന് 2 രൂപ സെസ് എല്ലാ ജനങ്ങളുടെയും നിന്നും വാങ്ങിക്കുന്ന ഒരു സർക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കേരള സർക്കാർ മാത്രമാണ്. എന്നാൽ കേരള സർക്കാർ മാത്രമാണോ ഈ പറയുന്ന വാർദ്ധക്യ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന? നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പുതുച്ചേരിയിൽ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ മാഹി, നമ്മുടെ അകത്ത് തന്നെ വരുന്ന ഒരു പ്രദേശമാണല്ലോ, അവിടെ 2500 രൂപ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ട് പുതുച്ചേരിയിൽ. ഹരിയാനയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 2750 രൂപ കിട്ടുന്നുണ്ട്. അത് 3000-ലേക്ക് ആക്കുവാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമായിട്ടുണ്ട്. ഈ ജനുവരി മുതൽ അവിടെ 3000 രൂപ കിട്ടുന്നുണ്ട്. ഡൽഹിയിൽ 2000 രൂപ കിട്ടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആന്ധ്രയിലും 2000 രൂപയ്ക്ക് പുറത്ത് വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 3ഓ 4ഓ സ്ഥാനത്ത് പോലും ഈ പറയുന്ന വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്ന തുകയുടെ കാര്യത്തിൽ കേരളം വരുന്നില്ല. പക്ഷെ കേരളത്തിൽ മാത്രമാണ് എല്ലാ ജനങ്ങളുടെ കയ്യിൽ നിന്നും 2 രൂപ സെസ് വാങ്ങി കൊടുക്കുന്നത്. അതിനകത്ത് സംസ്ഥാന സർക്കാരിന് എന്താണ് റോളിരിക്കുന്നത്? അവർ പറയുന്നത് കേന്ദ്രം 300 തരുന്നുള്ളൂ, കേന്ദ്രം 400 തരുന്നുള്ളൂ, ബാക്കി ഞങ്ങളാണ് കൊടുക്കുന്നത്. ഇവരല്ല കൊടുക്കുന്നത്, നമ്മൾ പൊതുജനങ്ങളാണ്. പെട്രോൾ അടിക്കുമ്പോൾ 2 രൂപ സെസ് കേരളത്തിലെ നമ്മുടെ അമ്മമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മളാണ് കൊടുക്കുന്നത്, അല്ലാണ്ട് ഈ സംസ്ഥാന സർക്കാർ അല്ല കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന 2 രൂപ സെസ്സിൽ നിന്നാണ് അത് കൊടുക്കുന്നത്. അതുപോലും കിട്ടാഞ്ഞിട്ട് അവസാനം മറിയക്കുട്ടിമാര് പിച്ചച്ചട്ടി എടുത്ത് പൊതുനിരത്തിലിറങ്ങി തെണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അത് ഒന്ന്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ്, കേരളം 5580 കോടി രൂപ ഹൈവേ വികസനത്തിന് വേണ്ടി കൊടുത്തു, മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടില്ല എന്ന്. തെറ്റാണ്, കണക്ക് തെറ്റാണ്. കാരണം 3114 കോടി രൂപ ഹരിയാന സർക്കാർ കൊടുത്തിട്ടുണ്ട്. 2301 കോടി രൂപ കേരളത്തിന്റെ സ്ഥലവില എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലാണ് കിടക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മാഫിയ അത്രയേറെ കയറി നിരങ്ങിപ്പോയ ഒരു സ്ഥലമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വസ്തുവിന്റെ വില എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വലിയ റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൊടുക്കേണ്ടി വന്ന തുക എന്ന് പറയുന്നത് 5580 കോടി രൂപയായത്. 5580 കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുത്തു എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് 22,000-ത്തിലധികം 23,000 കോടി രൂപയോളം കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് മിണ്ടുന്നില്ല. 75% തുക തന്നവരെ കുറിച്ചിട്ട് ഇവിടെ മിണ്ടലില്ല. പകരം 25% തുക കൊടുക്കേണ്ടി വന്നു എന്നുള്ളതിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എന്നിട്ട് മറ്റു സംസ്ഥാനങ്ങളൊന്നും കൊടുക്കുന്നില്ല, കേരളം മാത്രമാണ് കൊടുക്കേണ്ടി വന്നത് എന്ന് വസ്തുതകളെ മറച്ചു പിടിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നതും ഇത് മാത്രമാണ്, നുണ പറച്ചിൽ. പച്ചയ്ക്ക് നുണ പറച്ചിൽ മാത്രമാണ് നടന്നിരിക്കുന്നത്. അതിന്റെ ഒപ്പം നടന്നിരിക്കുന്നത് അവരുടെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിങ്ങും, മറ്റൊന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഈ ആരാണ് ആരോപണങ്ങളെ ഭയക്കുന്ന ഭീരു എന്ന ചോദ്യം കൂടി നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചതാണ്. ഇന്ന് മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഭീരു എന്ന് വിളിച്ചത്. അതിന്റെ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പോകണം. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ദ ഡിബേറ്റ്. ഇന്നത്തെ ഒരു പുസ്തക പ്രകാശന വേളയിൽ G. സുധാകരൻ മുൻ മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 5-6 പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ? അങ്ങനെ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുകയാണ്. തെറ്റാണത്. ഇങ്ങനെയൊന്നുമല്ല, അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. പാർട്ടിക്ക് വെളിയിലുള്ളവർ നമുക്ക് സ്വീകാര്യരാകുന്നില്ലെങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കും? അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് CPIM-ൽ ഇടതുപക്ഷത്ത് വേണ്ട തിരുത്തലുകളെ കുറിച്ച് ഒരു മുൻ മന്ത്രി പറയുന്നുണ്ട്. ശ്രീ KV അബ്ദുൽ ഖാദർ, പരാതികൾ സ്വീകരിച്ചു, നല്ലത്. പരാതികൾ ഉടൻ പരിഹരിക്കും, അതിന് പ്രത്യേക മെക്കാനിസം ഉണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുന്നു, അതും നല്ലത്. രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കല്യാശ്ശേരിയെക്കുറിച്ച്, ഒരിടത്തെക്കുറിച്ച്, എരിപുരത്തെക്കുറിച്ച് മാത്രമാണെന്ന് മന്ത്രി പറയുന്നു, അതും നല്ലത്. പക്ഷേ മറ്റുള്ളവരെ എല്ലാവരെയും തള്ളി മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ കഴിയുക എന്ന ചോദ്യം അവിടെ പ്രസക്തമല്ലേ? എങ്ങനെ അപ്പോൾ ഭീരു എന്ന് വിളിക്കുന്നത് ഈ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാത്ത ഒരു മുഖ്യമന്ത്രിയാണ്? ആളുകൾക്കിടയിലേക്ക് ഇറങ്ങേണ്ട ഒരാളല്ലേ മുഖ്യമന്ത്രി? അങ്ങനെ മാറി നിന്ന് തല്ലിത്തൊൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെ ഭീരു എന്ന് വിളിച്ചാൽ അതിനെ തെറ്റു പറയാൻ കഴിയുമോ ശ്രീ KV അബ്ദുൽ ഖാദർ? 2ാം റൗണ്ട് ചർച്ചയിൽ എനിക്ക് സമയം തന്നില്ല, മാത്രമല്ല അവർക്ക് നിർബാധം സംസാരിക്കാൻ അവസരവും കൊടുത്തു. അപ്പോൾ എന്നെ ഒന്ന് പറയാൻ പൂർത്തീകരിക്കണം. കാരണം കോൺഗ്രസ് BJP പ്രതിനിധികൾ രണ്ടു കൂട്ടരും പരസ്പര ഐക്യത്തിൽ, അവർ തമ്മിൽ യാതൊരു വിമർശനവുമില്ലല്ലോ. കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചപ്പോൾ BJPയെക്കുറിച്ച് ഒരു വിമർശനവുമില്ല, തിരിച്ച് BJPക്കും വിമർശനവുമില്ല. കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീകുമാർ എത്ര ദുർബലമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ദേശീയ നയം തന്നെ
നയമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ അദ്ദേഹം എന്തെല്ലാം വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവകാശവാദങ്ങൾ ശരിയല്ല. ഞാൻ ആവർത്തിക്കുന്നു, 55 ലക്ഷത്തിലേറെ പേർക്ക് പെൻഷൻ 1600 കൊടുക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഇന്ത്യയിലില്ല. അത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഏത് സംസ്ഥാന ഗവൺമെൻറ്റിനോടാണ് മുൻകൂറായിട്ട് പണം നൽകണം എന്നാവശ്യപ്പെട്ടത്? ഇവിടെ മുഴുവൻ അടച്ചുപൂട്ടി പോയതായിരുന്നല്ലോ. ദേശീയപാത വേണമെങ്കിൽ ഈ പണം അടച്ചുകൊള്ളണം എന്നുള്ള ഉപാധി മറ്റു മാർഗങ്ങളില്ലാതെ സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചതാണ്. ഗെയിൽ ഇവിടെ നടപ്പിലാക്കി. ഇതൊന്നും കാണാതെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെ ചില വ്യാജ ആരോപണങ്ങൾ പേര് ആക്ഷേപിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നവകേരള സദസ്സ് എന്നുള്ള പരിപാടി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വളരെ ശക്തമായി ഇവിടുത്തെ വർഗീയ വിഭാഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. മതത്തിൻ്റെ പേരിൽ പരസ്പര വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എല്ലാ മതചിന്തകൾക്കും അതീതമായി മനുഷ്യനെ ഒന്നായി കാണാൻ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ നവോത്ഥാന നായകർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഈ നാട്ടിലെ മനുഷ്യരെ ഐക്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതാണ് നവകേരളത്തിൻ്റെ ലക്ഷ്യം. ഈ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ജനങ്ങളുടെ സഹായം വേണം. ജനങ്ങളുടെ നിലവിലുള്ള മറ്റ് പ്രശ്നങ്ങൾ, പരാതികൾ പരിഹരിക്കണം. അതാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇവിടെ ശിവകുമാർ പറഞ്ഞു ഒരു പരാതിയും വാങ്ങിയിട്ടില്ല, പരാതി നൽകാൻ ചെന്നവർ ആട്ടി ഓടിച്ചു. എന്തിനാണ് നുണ പറയുന്നത്? ഇതാണ് നുണ. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും പരാതി സ്വീകരണ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ആ കൗണ്ടറുകളിലൂടെ പരാതി വാങ്ങിയിട്ടുണ്ട്. അതാണ്. അതില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പിന്നെ ശിവകുമാരോട് പറഞ്ഞത് CPM-ന് നവകേരളത്തെ കുറിച്ച് വിലയിരുത്തലില്ല, ഗോവിന്ദ മാഷ് പറഞ്ഞില്ല. അദ്ദേഹം ഗോവിന്ദ മാഷ പത്രസമ്മേളനമേ കണ്ടില്ല, അദ്ദേഹം പത്രത്തിലെഴുതുന്ന ലേഖനങ്ങൾ കണ്ടില്ല, ദേശാഭിമാനിയുടെ മുഖപ്രസംഗങ്ങൾ തുടർച്ചയായിട്ട് കണ്ടില്ല. പക്ഷെ കാണാതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇത് പറയുന്നത് എന്തുമാത്രം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടി ഒരു സമരം പ്രഖ്യാപിച്ച് നടത്തുന്നതിനോട് ഞങ്ങൾക്കെന്ത് വിയോജിപ്പ്? അത് നടത്തുന്നില്ലല്ലോ. ഇവിടെ നവകേരള സദസ്സിൽ യാതൊരു മുൻ പ്രഖ്യാപനവും ഇല്ലാതെ അടിച്ചു കയറി വന്ന ആളുകൾ, അവരെയാണ് ജനക്കൂട്ടം കൈകാര്യം ചെയ്തത്. പക്ഷേ ഇവിടെ അതേക്കുറിച്ചൊന്നും യാതൊരു വിശദീകരണവും നൽകാതെ മുഖ്യമന്ത്രിയാണ് ഭീരു. സംവാദത്തിന് തയ്യാറാവാതെ ഒളിച്ചോടി ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാതിരുന്ന പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് യഥാർത്ഥത്തിൽ ഭീരു. അദ്ദേഹം തിരിച്ചാക്ഷേപിക്കുന്നു. കോൺഗ്രസിൻ്റെ ആരോപണം അതേപോലെ BJP ആവർത്തിക്കുന്നു. BJPയുടെ നിലപാട് കോൺഗ്രസ് എടുക്കുന്നു. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇന്ന് നമ്മുടെ രാജ്യത്തെ പ്രശ്നം എന്താ? രാജ്യത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറയ്ക്കെതിരായിട്ടുള്ള വെല്ലുവിളികൾ BJP ഉയർത്തുമ്പോൾ കോൺഗ്രസിന് അതേക്കുറിച്ച് നിലപാടില്ല. കോൺഗ്രസ് വിമർശിക്കുന്നില്ല. ഗാന്ധിയിലേക്ക്, ജവഹർലാൽ നെഹ്റുവിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകും എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടോ കോൺഗ്രസ്? ആ നിലപാടുകളിൽ അവർ അടിയുറച്ചു നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ചാഞ്ചാടി BJPയുടെ ദേശീയ നയത്തിൻ്റെ പുറകെ സഞ്ചരിക്കുകയാണ്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട ഇവിടെ അല്ല, കോൺഗ്രസിനെ പഠിപ്പിക്കലല്ല സുജയ, പഠിപ്പിക്കലല്ല. യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ പഠിപ്പിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ? നവകേരള സദസ്സ് എന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത പരിപാടിയിൽ നിന്ന് പ്രതിപക്ഷമാണ് ഏകപക്ഷീയമായിട്ട് പിന്മാറിയത്. ആ പിന്മാറിയതിനു കാരണം അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. ഇതിനെ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞു, ശരിയാണ്. പക്ഷെ പിന്നീട് 4-5 പേർ ഓരോ കേന്ദ്രത്തിലും പോയി ആക്രമണം നടത്തി അതിനെ ന്യായീകരിക്കുകയും മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യമാണ്. സുജയ നേരത്തെ ആക്ഷേപകരമായിട്ടാണ് പറഞ്ഞിരുന്നെങ്കിലും ജനങ്ങളത് കാണുന്നുണ്ട്, കൃത്യമായി കാണുന്നുണ്ട്. ഓരോ മണ്ഡലങ്ങളിലും ഉള്ള ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യം നിങ്ങൾ നിഷേധിച്ചാൽ അത് സത്യമാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, അവസാന ഊഴമാണ് ശ്രീ N. ശ്രീകുമാർ. സുജയ, ഞാൻ CPM-ൻ്റെ വിലയിരുത്തലിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഞാൻ CPM-ൻ്റെ മുഖപത്രം ഇവരെക്കാൾ കൂടുതൽ നന്നായി വായിക്കുന്ന ഒരാളാണ്. മുഖപ്രസംഗം എന്നാ വന്നതെന്ന് നടക്കാൻ ഞാൻ പറഞ്ഞു, ഞാനൊക്കെ തർക്കിക്കാനില്ല. എൻ്റെ സുഹൃത്ത് അബ്ദുൽ ഖാദറൊക്കെ തർക്കിക്കാനില്ല. അത് അവിടെ അവർ തീരുമാനിക്കട്ടെ, പറയട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ VD സതീശൻ ഭീരു എന്ന് വിളിക്കുന്നത് എന്താ ഒരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുജയ, അല്ലാണ്ട് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് പറയുന്നതല്ലോ. അതായത് നമ്മുടെ നാട്ടിലെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ ഒരു തർക്കുത്തരം പറയുക, അല്ലെങ്കിൽ നിഷേധിത്തരം പറയുക. ഇതുകൊണ്ടാണ് ഭീരു എന്ന് പറയുന്നത്.
കാരണം വാർത്ത എഴുതിയാൽ കേസ് എടുക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് ഈ അബ്ദുൽ ഖാദർ ഒരു പത്രപ്രവർത്തകനായിരുന്നു, എനിക്കറിയാം. അബ്ദുൽ ഖാദറിന് പോലും തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്, പക്ഷേ പറയുന്നില്ല. അപ്പോൾ ജി സുധാകരൻ എങ്ങനെയാണ് തോന്നാൻ കാരണം? ജി സുധാകരന് തോന്നാൻ കാരണം അദ്ദേഹം ബ്രാഞ്ചിലേക്ക് ഒതുക്കപ്പെട്ടതുകൊണ്ടല്ലേ. ജി സുധാകരൻ 6 മാസം മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ചക്കരക്കുടത്തിൽ കൈയിടുന്ന ആൾ സ്റ്റേറ്റ്സ്മാൻ അല്ല. ആ വാക്ക് സ്റ്റേറ്റ്സ്മാൻ, ചക്കരക്കുടത്തിൽ കൈയിടുന്നയാൾ സ്റ്റേറ്റ്സ്മാൻ അല്ല എന്ന് സുധാകരൻ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മുഖ്യമന്ത്രി ഭീരുവാണെന്ന് പറയാൻ കാരണം കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാന്നല്ല പറഞ്ഞത്. ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടുമോ സുജയ? രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് വെച്ചാൽ ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയാണോ അത്? അല്ല, ചെറ്റത്തരത്തൊക്കെ പറഞ്ഞാൽ അത് ഒരു വിഭാഗത്തെ പോലും നമ്മളെ അപഹസിക്കുന്ന രീതിയിലാണ് ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഭീരുത്വം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ക്ഷീണം ആരംഭിച്ച ശേഷം ശ്രീ കെ വി അബ്ദുൽ ഖാദർ അതേക്കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഭാഷാ പ്രയോഗങ്ങളിലൊന്നും ആരും മോശമല്ല, അതും ജനം കണ്ടു. അങ്ങനെ പറയൂ. അതെ, ഓക്കെ. അവസാന 30 സെക്കൻഡാണ് ശ്രീ എൻ ശ്രീകുമാർ. ചർച്ച അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ടാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ഇതിൽ ബിജെപിയുടെ ഒരു റോൾ എന്താണ്? ആദ്യഘട്ടത്തിലൊന്നും നിങ്ങളുടെ നേതാക്കളെ ഒന്നും കണ്ടിരുന്നില്ല. ഞങ്ങളുടെ നേതാക്കളെ കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് മുൻനിര മാധ്യമങ്ങൾ മാത്രമേ കാണാതെയുള്ളൂ. നമ്മുടെ സമരങ്ങളെല്ലാം കൃത്യമായിട്ട് താഴെത്തട്ടിൽ തന്നെ നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുജയ, കേരളത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തായിരുന്നു? 6 വയസ്സുള്ളൊരു കുഞ്ഞിനെ വണ്ടിപ്പെരിയാറില് വെച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നു DYFIക്കാരനെ ഇവിടെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സമരമുഖത്ത് BJP, യുവമോർച്ചയും മഹിളാ മോർച്ചയും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരെയും കണ്ടില്ല. ഒരു മാനവികവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനെയും കണ്ടില്ല. സർക്കാരിനെതിരെ കരിങ്കൊടി കാണിക്കാൻ നടന്നിരുന്ന ഒരു കോൺഗ്രസ്സുകാരനെയും കണ്ടില്ല. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ താഴെത്തട്ടിൽ സമരത്തിലുണ്ടായിരുന്ന ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് കോൺഗ്രസിനോട് വിമർശനം ഇല്ല എന്ന്. ഞങ്ങൾ എന്തിനാണെന്നേ ഈ ഇന്ത്യയിലും ഒരു പ്രസക്തമല്ല, കേരളത്തിലും പ്രസക്തമല്ല, ഞങ്ങൾ എന്തിനാണ് അവരുടെ പുറകെ നടക്കുന്നത്? ആ പ്രസക്തമല്ലാത്ത മുന്നണി ഉണ്ടാക്കി നിങ്ങളല്ലേ പ്രതിപക്ഷമാണ് UDF. കേരളത്തിൽ 10-15% വോട്ടുള്ള പാർട്ടിയാണ് സുജയ. 14% വോട്ട് മാത്രമുള്ള തെലങ്കാനയിൽ ഞങ്ങൾക്ക് 8 MLA-മാരുണ്ട്. കേരളത്തിൽ ഞങ്ങൾക്ക് അതിനേക്കാളും വോട്ടുള്ള പാർട്ടി തന്നെയാണ്. ടെക്നിക്കലി നമുക്ക് നിയമസഭയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല വിഷയം മാത്രമേ ഉള്ളൂ. അത് എല്ലാ കാലത്തും അങ്ങനെ തുടരാനൊന്നും പോകുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ജയിക്കുന്ന ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാവും സുജയ. അങ്ങനെ തോറ്റു തന്നെയാണ് ഞങ്ങൾ ജയിച്ചു വന്നത്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. പക്ഷെ 15% വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയെ അങ്ങനെ എഴുതി തള്ളാനൊന്നും ഇല്ല, ഒരിക്കലുമില്ല. എഴുതി തള്ളുന്നില്ല. 15, 35, 50 ഒക്കെ ആകട്ടെ ശ്രീ യുവരാജ് ഗോകുൽ. വിമർശനം വരുമ്പോൾ നമ്മൾ കഴമ്പുള്ള വിമർശനത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് താങ്കളെയോ പാർട്ടിയോ പരിഹസിച്ചതല്ല, പക്ഷേ യാഥാർത്ഥ്യം അതായതുകൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ഭീരുവെന്ന് വിളിച്ച് മുഖ്യമന്ത്രിയെ പരിഹസിച്ചിരിക്കുന്നത് VD സതീശനാണ്. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി നേരിട്ട് വന്നിട്ടില്ല. അത് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഡിബേറ്റ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. പങ്കെടുത്ത അതിഥികൾ മൂവർക്കും നന്ദി. ഇനി കാണാം ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാർ. നമസ്കാരം.